ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നല്ലൊരു വിഭവമാണ്. അതായത് ഓംലെറ്റ് റൈസ്. ചിക്കനും വെജിറ്റബിളും റൈസും ചേർത്ത് യോജിപ്പിച്ചുണ്ടാക്കുന്ന അടിപൊളി നല്ലൊരു വിഭവമാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോവാം. എഗ് ഓംലെറ്റ് റൈസ് ഉണ്ടാക്കുന്നതിനുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സവാള ചതുരത്തിൽ അരിഞ്ഞത് ഒരെണ്ണം, പച്ചമുളക് 2 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി 1 കഷ്ണം അരിഞ്ഞത്, വെളുത്തുള്ളി 4 അല്ലി ചെറുതായി അരിഞ്ഞത്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ബട്ടാണി 1/2 കപ്പ്, ബീൻസ് 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് 1 എണ്ണം ചതുരത്തിൽ അരിഞ്ഞത്, മഷ്റൂം 1 കപ്പ് ചെറുതായി അരിഞ്ഞത്, ചിക്കൻ 1 കപ്പ് വേവിച്ചത്, ചിക്കൻ്റെ സ്റ്റോക്ക് 1/4 കപ്പ്, ബാസ്മതി റൈസ് 2 കപ്പ്, മുട്ട 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, ടൊമാറ്റോ കെച്ചപ്പ് 1/2 കപ്പ്, ചില്ലി സോസ് 1.5 ടേബിൾ സ്പൂൺ. അടുപ്പിൽ ഫ്രൈയിങ് പാൻ വെച്ച് സ്റ്റൗ കത്തിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് വഴറ്റുക. ചിക്കൻ പീസുകൾ ഒരു ബൗളിലേക്ക് മാറ്റിവെക്കുക. വീണ്ടും പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റുക. സവാള വഴറ്റിയതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് 1/2 മിനിറ്റ് നേരം കഴിഞ്ഞ് മുറിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം കൂടിയിട്ട് ഒന്നുകൂടി വഴറ്റാവുന്നതാണ്. ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് യോജിപ്പിക്കുക. അതിലേക്ക് ബീൻസ്, ക്യാരറ്റ് എന്നിവ ചേർത്ത് ഇളക്കിയതിൻ്റെ കൂടെ മാറ്റിവെച്ചിരിക്കുന്ന ബട്ടാണിയും ചേർക്കുക. മാറ്റിവെച്ചിരിക്കുന്ന ചിക്കനും കൂടിയിട്ട് ചേർത്തിളക്കുക. കെച്ചപ്പും ചില്ലി സോസും കൂടിയിട്ട് നന്നായി കൂട്ടിച്ചേർത്ത് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് യോജിപ്പിക്കാവുന്നതാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് റൈസ് വാങ്ങാവുന്നതാണ്. ചോറ് വേറൊരു ബൗളിലേക്ക് മാറ്റിവെക്കുക. വീണ്ടും പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. 2 മുട്ട അടിച്ചെടുത്തത് പാനിലേക്ക് ഒഴിച്ച് ചുറ്റിക്കുക. മുട്ടയുടെ നടുവിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഒരാൾക്ക് കഴിക്കാൻ മാത്രം വിളമ്പുക. അതിനുശേഷം മുട്ടയുടെ സൈഡ് 2 മേലേക്ക് മടക്കുക. പാനിനു മേലെ 1 പ്ലേറ്റ് വെച്ച് മൂടി പാൻ കമിഴ്ത്തുക. അപ്പോൾ ഓംലെറ്റ് റൈസ് മുട്ടയിൽ പൊതിഞ്ഞ് നന്നായി വന്നിട്ടുണ്ടാകും. സെർവിങ് ഡിഷിലേക്ക് ഓംലെറ്റ് റൈസ് വെച്ച് ഗാർണിഷ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ചോറും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ചോറിലേക്ക് പ്രോൺസ്, ബേക്കൺ, ഹാം എന്നിവ ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചിക്കനും വെജിറ്റബിൾസും മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയ ഓംലെറ്റ് റൈസ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ട്രൈ ചെയ്യുവിൻ. കമൻറ്റ്സ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ടും തരുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി തിരിച്ചു വരുന്നത് വരെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, സീ യു.